പത്തനംതിട്ട കൊടുമണ്ണിൽ ഇന്ന് കോൺഗ്രസ് നടത്തുന്ന ഹർത്താൽ രാഷ്ട്രീയ ലക്ഷ്യം വച്ചെന്ന് CPIM. മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജിന്റെ കെട്ടിടത്തിന്റെ മുൻപിൽ നിർമ്മിക്കുന്ന ഓടയുടെ അലൈൻമെന്റ് മാറ്റിയെന്ന് ആരോപിച്ചാണ് കോൺഗ്രസിന്റെ സമരം. വിഷയത്തിൽ CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഇപ്പോൾ തത്സമയം സുജുവിനോടൊപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നോക്കാം എന്താണ് ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ളതെന്ന്, CPIM നേതൃത്വം എന്താണ് പറയുന്നതെന്ന്. സുജു, ഞാൻ അധികം നീട്ടുന്നില്ല, വേഗത്തിൽ അദ്ദേഹത്തോട് സംസാരിക്കാം. മനു, ഈ വിഷയമായിട്ട് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജിന്റെ ഉടമസ്ഥരുള്ള കെട്ടിടത്തിന്റെ മുമ്പിൽ ഓട നിർമ്മിക്കുന്നുണ്ട്. ഈ ഓടയുടെ അലൈൻമെന്റ് മാറ്റിയെന്നാരോപിച്ചാണ് UDF സമരം. എന്നാൽ ഈ സമരം കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചു തന്നെയാണ് CPIM പറയുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറയുന്നുണ്ട്. UDFന്റെ ഈ സമരം എന്താണ് അവരുടെ ലക്ഷ്യം? വീണ ജോർജിന്റെ ഹസ്ബൻഡ് സ്ഥലം വാങ്ങിച്ചത് വീണ ജോർജ് MLA ആകുന്നതിന് മുമ്പ് തന്നെ അവിടെ വാങ്ങിച്ചതാണ്. അവിടെ കെട്ടിടം പണിയുന്നതിനെ സംബന്ധിച്ച് ബാങ്ക് ലോൺ എടുത്ത് പണി ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ PW ഡിപ്പാർട്ട്മെൻറ്റിൽ അപേക്ഷ കൊടുത്ത് അതിൻ്റെ ബൗണ്ടറി ഫിക്സ് ചെയ്ത ശേഷമാണ് പണി ആരംഭിച്ചത്. അവിടെ ഏതാണ്ട് PW സ്ഥലം ഏതാണ്ട് 17 മീറ്റർ വീതിയുണ്ട്. PWയുടെ ബൗണ്ടറിയിൽ നിന്ന് ഏതാണ്ട് 3 അടിയോളം തള്ളിയിട്ടിട്ടാണ് വീണ ജോർജിൻ്റെ ഹസ്ബൻഡ് കെട്ടിടം ആരംഭിച്ചത്. ഇപ്പോൾ അവിടെ കോൺഗ്രസ്സുകാർ കൊടികുത്തിയിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഏതാണ്ട് 63 കോടി രൂപ എസ്റ്റിമേറ്റുള്ള റോഡ് പണിയാണ് അവിടെ നടക്കുന്നത്. അതിവേഗമാണ് ആ റോഡിൻ്റെ പണി നടക്കുന്നത്. ഏഴംകുളം ജംഗ്ഷനിൽ നിന്ന് കൈപ്പട്ടു വരെയാണ് ആ റോഡിൽ പണി നടക്കുന്നത്. അന്തർദേശീയ നിലവാരത്തിലാണ് ആ റോഡ് പണിയുന്നത്. കൊടുമണ്ണും പരിസര പ്രദേശത്തിൻ്റെ ആകെ വികസനത്തിന് വലിയ സംഭാവന ചെയ്യുന്ന റോഡാണ്. അവിടെ കയ്യേറി എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. എന്നാൽ വാസ്തവത്തിൽ അവിടെ കയ്യേറിയിരിക്കുന്നത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസാണ്. കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൻ്റെ അവിടെ 23 മീറ്ററാണ് PW റോഡിൻ്റെ വീതി. എന്നാൽ അതിപ്പം ഏതാണ്ട് 16 മീറ്ററോളം മാത്രമേ ഉള്ളൂ. ബാക്കി 7 മീറ്ററോളം സ്ഥലം അളന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഓഫീസ് പൊളിക്കേണ്ടി വരും. 7 മീറ്ററോളം സ്ഥലം കോൺഗ്രസ്സാണ് കയ്യേറിയിരിക്കുന്നത്. ഈ കൊടുമണ്ണിൽ വീണ ജോർജിന്റെ ഭർത്താവിൻ്റെ കെട്ടിടത്തിന് മുൻവശത്തുള്ള കോൺഗ്രസ് ഓഫീസ്, അതിന് മുൻവശത്തോട് റോഡ് പാസ് ചെയ്ത് പോകുമ്പോഴാണ് വീണ ജോർജിൻ്റെ കെട്ടിടം കഴിഞ്ഞു ഒരു 50 അടി കഴിയുമ്പോഴാണ് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ്. അവിടെ PW റോഡിൽ കയ്യേറ്റം നടത്തിയാണ് അവരുടെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പണിഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് മറ്റൊരു ഇന്നലെ വന്ന ആരോപണം ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു തന്നെയാണ് ഈ ഓർഡർ നിർമ്മാണത്തെ അലൈൻമെന്റ് മാറ്റാൻ നേരിട്ട് നിർദ്ദേശം നൽകിയ നേരത്തിലുള്ള വാർത്ത. എന്താണ് അതിനോട് പ്രതികരിക്കുന്നത്? അതൊക്കെ അടിസ്ഥാനരഹിതമായ വാർത്തയാണ്. അലൈൻമെൻറ്റ് അവിടെ 12 മീറ്ററാണ് റോഡിൻ്റെ അലൈൻമെൻറ്റ്. അത് ഏഴംകുളം മുതൽ കൈപ്പട്ടു വരെയാണ്. എന്നാൽ 2-3 ആളുകൾ വസ്തു വിട്ടു കൊടുത്തിട്ടില്ല. അതിനി അവർ വിട്ടു കൊടുക്കേണ്ടതാണ്. അതിൽ ജനപ്രതിനിധികൾ ഇടപെട്ടിട്ട് അത് വാങ്ങിയെടുക്കേണ്ടതാണ്. അലൈൻമെൻറ്റ് ഒരു 12 മീറ്റർ ഓടയും സഹിതമാണ് അതിൻ്റെ അലൈൻമെൻറ്റ്. അതിൽ 9 മീറ്ററാണ് റോഡിൻ്റെ ടാറിങ്. ഒരു കാരണവുമില്ലാതെ ആവശ്യമില്ലാത്ത പ്രശ്നമാണ് കോൺഗ്രസ് അവിടെ കൊടികുത്തി സമരം ആരംഭിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേരത്തെ അവിടെ സ്റ്റേഡിയം പണിയാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ജില്ലയ്ക്കാകെ അഭിമാനകരമായ ഒരു സ്റ്റേഡിയമായി കൊടുമൺ സ്റ്റേഡിയം മാറിയിട്ടുണ്ട്. ആ സ്റ്റേഡിയം പണി നടന്നപ്പം ആ സ്റ്റേഡിയത്തിന് ചുറ്റുമതിൽ കെട്ടാതിരിക്കാൻ വേണ്ടി അന്നും കോൺഗ്രസ്സുകാർ അവിടെ കൊണ്ടുവന്ന് കൊടികുത്തിയിരുന്നു. എവിടെ വികസന പ്രവർത്തനം നടന്നോ അവിടെയെല്ലാം കോൺഗ്രസ് കൊടികുത്തുന്ന ഒരു അവസ്ഥയാണ് കൊടുമൺ പഞ്ചായത്തിലുള്ളത്. അതിനെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്കെതിരായി
വീണ ജോർജ് കേസ് കൊടുക്കാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. ഒരു കാര്യം അവസാനമായിട്ട്, അതായത് ഇന്നലെ കൊടുമൺ ഏരിയ കമ്മിറ്റിയുടെ പ്രസ്താവന വന്നിരുന്നു, പത്രപ്രസ്താവന വന്നിരുന്നു. അതായത് ഈ കാര്യത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചാണ് ഇത്തരം സമരത്തിലേക്ക്, പ്രത്യേകിച്ച് ഹർത്താൽ, പൊടുന്നനെ ഒരു ഹർത്താൽ കേരളത്തിൽ നടത്തുകയെന്നുള്ളത്. പക്ഷേ ഇപ്പോഴും ചില മാധ്യമങ്ങൾ ഇതിനകത്ത് പാർട്ടിക്കുള്ളിലും മന്ത്രി വീണ ജോർജിനെതിരെ ആരോപണങ്ങളുണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രസ്താവനയിലുണ്ടെന്നോ, അതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ? അത്തരം യാതൊരു വസ്തുതയുമില്ല. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് വികസനത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി കോൺഗ്രസും അതിനും മാധ്യമങ്ങളും കൂട്ടുവയ്ക്കുകയാണ്. അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ച എല്ലാ മാധ്യമങ്ങൾക്കെതിരായിട്ടും നിയമപരമായ നടപടി സ്വീകരിക്കും. മനു അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പാർട്ടിക്കുള്ളിൽ പ്രശ്നമുണ്ടെന്ന ചില തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നു. മറ്റൊന്ന്, ഈ ഓട നിർമ്മാണത്തിൽ വീണ ജോർജിന്റെ ഭർത്താവ് ഇടപെട്ടുകൊണ്ട് അലൈൻമെന്റ് മാറ്റിയെന്നുള്ള രാഷ്ട്രീയ ആരോപണമാണ്. അതിപ്പോൾ CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു തള്ളുകയാണ്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇത്തരത്തിൽ ഭൂമി കയ്യേറ്റം അല്ലെങ്കിൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് വിവാദമാകുന്നത് കോൺഗ്രസിന്റെ ഓഫീസാണ്. അവിടെ ഇത് അളന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഓഫീസിന് പൊളിക്കേണ്ട വരുന്ന സാഹചര്യം ഉണ്ടാവുന്ന കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. മനു, ശരി, ഓക്കെ, താങ്ക് യു സുജു. CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവാണ് സുജുവിനോടൊപ്പം സംസാരിച്ച ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ വിവാദത്തിന്റെ വസ്തുത എന്താണ് എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ദിവസം ഈ മാധ്യമങ്ങളൊക്കെ ഇത് വലിയ വിവാദമായി കോൺഗ്രസ് അനുകൂല വാർത്തയെ നൽകിയിരുന്നു. അതിൽ കൃത്യമായിട്ട് CPIMന്റെ പ്രതികരണം ജില്ലാ സെക്രട്ടറിയുടെയോ മറ്റാരുടെയോ തേടാൻ അവർ തയ്യാറായിരുന്നില്ല. ആ ഒരു പ്രതികരണം പോലും നമ്മുടെ മുൻപിലേക്ക് എത്തിയിരുന്നില്ല. ഇപ്പോഴാണ് അതിൻ്റെ വസ്തുത ജില്ലാ സെക്രട്ടറി പറയുന്നത് എന്താണ് സംഭവിച്ചത് എന്ന്. അത് നമ്മളിലൂടെ പുറം ലോകത്തേക്ക് വരികയായിരുന്നു. വിവരങ്ങളാണ് സുജു നൽകിയത്.